ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതൊരു ചതുർത്ഥി ദിവസം ലീവ് ഉണ്ടായിരുന്നു സ്കൂള്. അപ്പോൾ ഞാൻ നോമ്പ് നോക്കുമ്പോൾ അവർ കൂടെ നോക്കിയതാണ്, ഫുഡൊക്കെ കഴിച്ചതാണ്. അപ്പോൾ 10 മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. രാത്രി തന്നെ ഒരു 11:30 ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ. അങ്ങനെ രാവിലെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ബാങ്കിന് വെയിറ്റിംഗ് ആണ്. അങ്ങനെ വാഷിനിടാനുള്ള ഡ്രസ്സൊക്കെ വാഷിനിട്ടു. അപ്പോൾ ചിങ്ങമാസം വന്നിട്ട് മഴക്കൊരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ ഭയങ്കര ഇരുട്ടാണ്, മഴയും തന്നെയല്ലേ, കാർമേഘം പിടിച്ചിട്ടൊട്ടും കാണുന്നുമില്ല ഒന്നും. അങ്ങനെ ഒരു 6:30 ഒക്കെ ആയിട്ടോ. പിന്നെ ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടു നെയ്പ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. പിന്നെ സ്വീറ്റായിട്ട് നമുക്ക് പിന്നെ ഗോതമ്പിൻ്റെ കഞ്ഞി ഉണ്ടാക്കും കേട്ടോ, കാസർഗോഡ്. അത് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അതൊക്കെ കുതിർത്തിട്ട് പോയി കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായി ഞാൻ എണീക്കാൻ വേണ്ടി, മഴയല്ലേ, പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ താനും ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാ പണികളും തീർത്തു. അപ്പോൾ അത് വറുത്തരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടി അരക്കാനിട്ട് കൊടുത്തു. പിന്നെ അതുപോലെ ആ സമയം കുറച്ച് വെയിൽ കണ്ടപ്പം ഞാൻ ഡ്രസ്സൊക്കെ പുറത്തിട്ടതാണ്. ഞാൻ കണ്ട ഏകദേശം ഫാമിലീസും ഇവിടെ കാസർഗോഡ് ഭാഗത്തൊന്നും മുളക് പൊടിപ്പിക്കാറില്ല. മോസ്റ്റ്ലി എല്ലാവരും അരച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അത് കുറച്ചും കൂടി ടേസ്റ്റിയറാണ്. പക്ഷേ ഐ എം യൂസ് ടു ഈ ഒരു ശീലമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ളത്. അതായത് പണ്ട് ഞാൻ ചെറുതുണ്ടായ സമയത്തൊക്കെ ഉമ്മൊക്കെ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആളുടെ എണ്ണവും പിന്നെ നമ്മളൊക്കെ വലുതാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാരണം ഉമ്മ കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ഒരു ശീലത്തിലേക്ക് വന്നത്. ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ടു ആയിട്ടുള്ളത്. ഇപ്പോഴ് അരച്ച മുളകിൻ്റെ കറിയൊക്കെ കൂട്ടുമ്പോഴില്ലേ വയറിലൊരു പുകച്ചിൽ പോലെയാണ്. ബെറ്റർ ഞാൻ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ, പൊടിപ്പിക്കാറ് തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഗോതമ്പ് നമ്മൾ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സോക്കായി കിട്ടും. അത് മാത്രമല്ല വെന്ത് കഴിഞ്ഞാൽ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഹാർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് അധികം സമയം കുതിർത്തിട്ടാൽ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇതിപ്പം ബർഗറിനുള്ളിൽ പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്തതാണ്. അത് സാലഡിൻ്റെ സംഭവങ്ങളൊക്കെ ഇടുക, പിന്നെ ചിക്കൻ, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സും സോൾട്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബർഗർ ബണ്ണിൻ്റെ ഉൾവശം നന്നായിട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടും. പിന്നെ നമ്മളിപ്പം അതിൽ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. ബൈ.